കൊല്ലം ജില്ലയിൽ ഒരിടക്കാലത്ത് കൊല്ലം ജില്ലയിൽ നിന്ന് UDFൻ്റെ പ്രതിനിധിയെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 പ്രതിനിധികളാണ് UDFനെ പ്രതിനിധീകരിക്കാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ളത്. ആലപ്പുഴ ജില്ല അരൂരിലും ചെങ്ങന്നൂരിലും അതുപോലെ തന്നെ ഹരിപ്പാടുമാണ് കോൺഗ്രസ്സിന് വിജയസാധ്യതയുള്ളത്. അതിനു മുമ്പ് ചില സമയങ്ങളിൽ ഹരിപ്പാട് മാത്രമാണ് കോൺഗ്രസ് വിജയിക്കാറുള്ളത്. ഡീലിമിറ്റേഷന് മുമ്പൊക്കെ PC വിഷ്ണുനാഥ് അവിടെ ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു വരുമായിരുന്നു, അല്ലെങ്കിൽ അതിന് മുമ്പ് ശോഭന ജോർജ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഈ പറഞ്ഞ ജില്ലകൾ, തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള മുന്നണിക്കൊപ്പം നിൽക്കുന്നൊരു സ്വഭാവം കാണിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അതേസമയം തൃശ്ശൂരും ആലപ്പുഴയും കൊല്ലവുമൊക്കെ പൊതുവെ ഇപ്പോഴെന്നല്ല എപ്പോഴും LDFന് അനുകൂലമായ സാഹചര്യമുള്ള ജില്ലകളാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം പരിശോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അധികാരത്തിൽ വരുന്ന ഒരു മുന്നണി എല്ലാ ജില്ലകളിലും ഒരുപോലെ കരുത്ത് തെളിയിച്ചുകൊണ്ടാണോ അധികാരത്തിൽ വരാറുള്ളത്? അല്ല എന്നുള്ളതാണ് ചരിത്രം. 1996 അന്നും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളത് മലപ്പുറത്താണ്. അന്ന് വണ്ടൂരിലും പൊന്നാനിയിലും മാത്രമാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ അധികാരത്തിൽ വരുന്ന പല സമയങ്ങളിലും 2 സീറ്റുകളിൽ മാത്രം ഇടതുപക്ഷം വിജയിച്ച സന്ദർഭങ്ങളുണ്ട്. പാലാ പുതുപ്പള്ളി പോലെയുള്ള കാഞ്ഞിരപ്പള്ളി, പഴയ ഡീലിമിറ്റേഷന് മുമ്പ് വാഴൂർ, ഏറ്റുമാനൂർ, പാലാ പുതുപ്പള്ളി പോലെയുള്ള മേഖലകളിൽ എന്നും UDFന് വലിയ സ്വാധീനമുണ്ട്. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് 14-ൽ 8 സീറ്റുകളും UDF ആണ് വിജയിച്ചത്. അതേപോലെ 2011 സാഹചര്യം പരിശോധിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് UDFന് 2011 5 സീറ്റുകളിലെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 സീറ്റുകളിലെ അധികാരത്തിൽ വരുമ്പോഴും വിജയിച്ചിട്ടുള്ളൂ. പാലക്കാട് ജില്ലയിൽ നിന്ന് 12-ൽ അന്നും 5 സീറ്റുകളിലെ വിജയിച്ചിട്ടുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് 2 സീറ്റുകളെ അത്തവണ കോൺഗ്രസ് 2011 വിജയിച്ചിട്ടുള്ളൂ. കൊല്ലം ജില്ലയിൽ നിന്നും 2 സീറ്റുകളിലെ 2011 കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഒരുപോലെ രാഷ്ട്രീയമായ ഒരു അപ്രമാദിത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ